നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ബ്രിട്ടനിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് ജൂലൈയിൽ നടക്കുമെന്ന് സാധ്യത തള്ളാതെ പ്രധാനമന്ത്രി ഋഷി സുനക്. നേരത്തെ പറഞ്ഞതിൽ നിന്നും പുതുതായി ഒന്നും പറയാനില്ല എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ബ്രിട്ടൻ ആധുനിക സാങ്കേതിക വിദ്യയെ സ്വീകരിക്കുമ്പോൾ നിശ്ചലമാവുക ആയിരക്കണക്കിന് മൊബൈൽ ഫോണുകളും 70 ലക്ഷത്തോളം സ്മാർട്ട് മീറ്ററുകളും. വേഗതയേറിയ 4G 5G നെറ്റ്വർക്കുകൾക്ക് കൂടുതൽ ഇടം അനുവദിക്കുന്നതിനായി വർഷാന്ത്യത്തോടെ തങ്ങളുടെ 3G നെറ്റ്വർക്കുകൾ നിർത്താനൊരുങ്ങുകയാണ് ടെലികോം രംഗത്തെ ഭീമന്മാർ. സർഹാം കൗണ്ടിയിൽ പാരച്യൂട്ട് അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് 40 വയസ്സുള്ളയാൾ കൊല്ലപ്പെട്ടത്. ഗൾഫ് എയർ ബഹ്റിൻ ഇറാഖ് വിമാന സർവീസ് പുനരാരംഭിക്കുന്നു. ഗൾഫ് എയറിന്റെ ഇറാഖിലേക്കുള്ള ആദ്യ വിമാനം 1974 ആരംഭിച്ചത്. റാഫേൽ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെയുള്ള തന്റെ എതിർപ്പ് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ബന്ദികളെ മോചിപ്പിക്കണമെന്നും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തണം എന്നുമുള്ള സമ്മർദ്ദം ഇസ്രായേലിനും ഹമാസിനും മേൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ബൈഡൻ തന്റെ നിലപാട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 6ാം ഘട്ടത്തിന്റെ വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. 6 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലെയും തെരഞ്ഞെടുപ്പ് മെയ് 25-ന് നടക്കും. ഫെഡറൽ ഏജൻസി ഉദ്യോഗസ്ഥർക്കെതിരായ സമീപകാല അക്രമങ്ങളും ഭീഷണികളും കണക്കിലെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ എല്ലാ ഓഫീസുകളിലും സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്തുടനീളമുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡുകളിലോ അന്വേഷണങ്ങളിലോ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ അർദ്ധ സൈനികരെ സ്ഥിരമായി വിന്യസിക്കും. KSRTC ഡ്രൈവറുമായി ഉണ്ടായ വാക്കേറ്റത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLA-ക്കുമെതിരെ KSRTCയിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായ TDF ദിവസവേതനക്കാരനായ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും അയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്ത നടപടി പാവങ്ങളുടെ മേലുള്ള കുതിര കയറാൻ ആണ് എന്നും TDF വർക്കിംഗ് പ്രസിഡന്റ് M വിൻസെന്റ് വിമർശിച്ചു. മുതലപ്പുഴയിൽ ശക്തമായ തിരമാലയിൽ മത്സ്യത്തൊഴിലാളിയുടെ വള്ളം മറിഞ്ഞ് വീണ്ടും അപകടം. അഴിമുഖത്തുണ്ടായ അപകടത്തിൽ കാണാതെയായാൾ മരിച്ചു. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന് തകർപ്പൻ ജയം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 78 റൺസിന് തകർത്ത ചെന്നൈ 9 മത്സരങ്ങളിൽ 5 വിജയവുമായി പോയിന്റ് പട്ടികയിൽ 3-ാമതെത്തി. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കുക.